കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമിടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്കുക എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവിൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം ഗിരിപ്രഭാഷണമാണ് അല്ലേ. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട അനുഗ്രഹീത ചിന്തകളാണ് നമ്മൾ ഈ വാക്യങ്ങളോട് മനസ്സിലാക്കേണ്ടത്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വ്യക്തിയുടെ പ്രായോഗിക ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ വാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലൊക്കെ ഇത് കണ്ടിന്യൂഷനായിട്ട് ഈ 3 അധ്യായങ്ങളിൽ അത് പറയപ്പെടുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, മനുഷ്യപുത്രൻ നിമിത്തം കർത്താവിനെ പ്രതി നിങ്ങളെ ദ്വേഷിക്കും, ഭ്രഷ്ടരാക്കും, നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇപ്പം നമുക്ക് ഈ ഭാഗം വായിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടുന്നു. 1, നമ്മളെ ദ്വേഷിക്കുന്നു; 2, നമ്മളെ ഭ്രഷ്ടരാക്കുന്നു അല്ലെങ്കിൽ പുറത്താക്കുന്നു; 3, നമ്മളെ നിന്ദിച്ച് പുറന്തള്ളി നമ്മുടെ പേര് വിടക്കെന്ന് എണ്ണുമ്പോൾ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാർ. ഈ വിധ വിഷയങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളോടൊരു ദൂത് ഈ വാക്യത്തിലൂടെ പറയാം. കർത്താവ് പറയുന്നത്, ഇങ്ങനെയുള്ളവർ എന്താണ്? ഭാഗ്യവാന്മാർ. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയത്. അപ്പം നമ്മൾ ഇവിടുത്തെ സ്ഥാനം, ഇവിടുത്തെ മാന്യത, ഇവിടുത്തെ ഉയർച്ച, ഇവിടുത്തെ വീട്, ഇവിടുത്തെ ഭൗതിക നന്മകൾ, പൊസിഷൻസിന് വേണ്ടിയൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തതല്ല പ്രാധാന്യം. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകണമെങ്കിൽ ഈ വിധ ദ്വേഷിക്കുന്നതിലൂടെ, ഭ്രഷ്ടരാക്കപ്പെടുന്നതിലൂടെ, നിന്ദയിലൂടെ, ഇല്ലെങ്കിൽ നമ്മുടെ പേരിന് വിടക്കെന്നെണ്ണുന്ന ആ തലത്തിലേക്ക് നമ്മൾ വന്നെങ്കിലേ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലത്തെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? വലുതാക്കി നമുക്ക് തരത്തുള്ളൂ. ഇവിടെ നമ്മൾ മാനസികമായിട്ട് ക്രിസ്തീയ മേഖലകൾക്കകത്ത് അല്ലെങ്കിൽ സഭാ തലങ്ങൾക്കകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ സ്ഥാനങ്ങൾ, ഇവിടുത്തെ മാന്യതകൾ, അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുമാണ് നമ്മൾ നടത്തുന്നത് അല്ലേ. പക്ഷെ തിരുവചനം എന്താ പറയുന്നത്? സ്തോത്രം, ഇവിടുത്തതല്ല വിഷയം. നമുക്ക് സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ നന്മയിൽ, ദൈവിക അവകാശത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ സ്തോത്രം, ഇവിടെ നമ്മൾ ചില നിന്ദകളിലൂടെ, ഭ്രഷ്ടരാക്കപ്പെടുന്നതിലൂടെ, പുറന്തള്ളപ്പെടലിലൂടെ, ഇല്ലെങ്കിൽ നമ്മുടെ പേര് വിടക്കെന്നെണ്ണുന്നതിലൂടെ പോയെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്വർഗീയ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ ഞങ്ങളെ മറച്ചട്ടെ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.